ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. 2 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 7. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു. ഹല്ലേലൂയ. ഒന്നും കൂടെ നമുക്ക് നമ്മുടെ അധരങ്ങൾ തുറന്ന് ഈ വചനത്തെ വായിക്കാം. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു. ഹല്ലേലൂയ. എവിടെ ചെന്നാലും സ്തോത്രം, എവിടെ ജോലി ചെയ്താലും അല്ലെങ്കിൽ എവിടെ ശുശ്രൂഷ ചെയ്താലും ഏത് മേഖലകളിലും ഒരു വിജയം ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ഹല്ലേലൂയ. എവിടെയൊക്കെ ചെന്നാലും അവിടെ നിന്നെല്ലാം എന്ത് ചെയ്യണം? ദൈവം നമ്മോടുകൂടി ഇരിക്കണം. എല്ലാ വിശ്വാസികളുടെയും ഒരു ഒരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും വേണ്ട ഒന്നാണ്, കർത്താവ് എന്നോട് എല്ലായിടങ്ങളിലും ഉണ്ടായിരിക്കണം. എന്തിനാണ് ദൈവം ഉണ്ടാകേണ്ടത്? എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തിനാണ്? അവരുടെ ജീവിതത്തിൽ ഒരു വിജയം നേടുവാൻ അല്ലെങ്കിൽ ഒരു ജയം നേടുവാൻ. ഹല്ലേലൂയ. ചെല്ലുന്നിടത്തൊക്കെയും അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. എവിടെ ചെന്നാലും അവിടെ അനുഗ്രഹം എനിക്ക് വേണം, എവിടെ ചെന്നാലും ഞാൻ വിജയിക്കണം, എവിടെ ചെന്നാലും എനിക്ക് ദൈവം വിടുതൽ തരണം, എനിക്ക് അനുഗ്രഹം വേണം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. ഇതൊക്കെയാണ് വിശ്വാസികൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണല്ലോ. അതായത് ഹിസ്കിയാവ് രാജാവിനെ കുറിച്ചാണ് ഇവിടെ വായിച്ചത്. ഹിസ്കിയാവ് രാജാവ് ചെന്നിടത്തൊക്കെയും എന്ത് ചെയ്തു? ദൈവം അവനോടുകൂടി ഇരുന്നു എന്ന് നമ്മൾ തിരുവചനം വായിക്കുന്നു. ഹിസ്കിയാവ് രാജാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ആദ്യം ഓർമ്മ വരുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? 15 അവൻ്റെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്തു? നീട്ടിക്കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ഹിസ്കിയാവ് രാജാവിനെ കുറിച്ച് അതിൻ്റെ 1-18 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് പ്രസാദമായതുള്ളത് ചെയ്തു എന്ന് നമുക്കവിടെ കാണാം. ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്തു. എന്താണ് ദൈവത്തിന് പ്രസാദമായുള്ളത് ഹിസ്കിയാവ് ചെയ്തത്? അതിൻ്റെ 3-4 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ, അതായത് അവിടെ ഇരുന്ന സകല വിഗ്രഹ സ്തംഭങ്ങളെ എന്ത് ചെയ്തു? ഹിസ്കിയാവ് രാജാവ് തകർക്കുവാനിടയായി തീർന്നു. അവിടുത്തെ അവർ ആരാധിച്ചു വന്നിരുന്ന സകല വിഗ്രഹങ്ങളെയും സ്തോത്രം ഹിസ്കിയാവ് രാജാവ് എന്ത് ചെയ്തു? നശിപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതിൻ്റെ 2-3 നമുക്ക് വായിക്കുമ്പോൾ, അവൻ വായിച്ചു തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 29 സംവത്സരം വാണു. അവൻ്റെ അമ്മയ്ക്ക് അബി എന്നു പേർ. അവൾ സെക്കരിയാവിൻ്റെ മകളായിരുന്നു. സ്തോത്രം. അതിലൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അറിയാം, തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലൊക്കെ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. നമുക്കറിയാം, ദാവീദിനെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെയുണ്ട്, ദാവീദ് പോയതിടത്തൊക്കെയും കൃതാർത്ഥനായിരുന്നു. സ്തോത്രം. യോസേഫിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അപ്രകാരം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം ഇവരൊക്കെ എന്ത് ചെയ്തു? ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്യുവാനിടയായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കര അവരോട് കൂടി ഇരുന്നത്. ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ യുദ്ധത്തിനെല്ലാം കർത്താവിൻ്റെ കര അവനോടുകൂടി ഇരുന്ന് അവൻ ചെന്നിടത്തൊക്കെ എന്ത് ചെയ്തു? കൃതാർത്ഥനായി എന്ന് നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവരൊക്കെയും സ്തോത്രം, ഇവരുടെ ജീവിതം നമ്മൾ പഠിക്കുവാണെങ്കിൽ അവരൊക്കെയും ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. താഴേക്ക് വായിക്കുമ്പോൾ അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ എന്ത് ചെയ്തു? തകർത്തു. അശേര പ്രതിഷ്ഠകളെ വെട്ടിമുറിച്ചു. മോശ ഉണ്ടാക്കിയ താമര സർപ്പത്തെ അവൻ എന്ത് ചെയ്തു? ഉടച്ചു കളയുവാനിടയായി. കാരണം അവൻ എന്ത് ചെയ്തു? അവൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് മുമ്പ് തന്നെ ഹല്ലേലൂയ ആ ജനങ്ങൾ ആരാധിച്ചു പോകുന്നത്, അതായത് കർത്താവായ യേശു ക്രിസ്തു അവരുടെ നടുവിലില്ല എന്നൊരു ചിന്ത അവൻ എന്ത് ചെയ്തു? വരുവാനിടയായി തീർന്നു. മറ്റു വിഗ്രഹങ്ങളെയും പൂജാഗിരികളെയും ആശ്രയിക്കുന്ന ഒരു ജനത്തെ അവൻ എന്ത് ചെയ്തു? കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതിനെ എന്ത് ചെയ്തു? ഈ ഹിസ്കിയാവ് രാജാവ് തകർക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, ഹിസ്കിയ രാജാവിന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാർ ആരും അവനോട് തുല്യനായിരുന്നില്ല എന്ന് നമുക്കിവിടെ എടുത്തു പറയുന്നതായിട്ട് കാണാം. ഹല്ലേലൂയ. അവൻ്റെ വാഴ്ചയ്ക്ക് മുമ്പും അതായത് പിമ്പും മുമ്പും സ്തോത്രം ചെയ്തതുപോലെ ഒന്നും അല്ല ഹിസ്കിയാവ് ചെയ്യുവാൻ ദൈവം ഇടയാക്കിയത്. ഹല്ലേലൂയ. അനേക ജാതികൾ അല്ലെങ്കിൽ അനേക ആയിരങ്ങൾ പൂജാഗിരികളിലും ബിംബങ്ങളിലും ആരാധിക്കുന്ന അവൻ എന്ത് ചെയ്തു? അവൻ്റെ കണ്ണിൽ പെടുവാനിടയായി തീർന്നു. അവൻ്റെ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ എന്ത് ചെയ്തു? ആദ്യം അതിനെയൊക്കെ തകർക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അനേകർ പൂജാഗിരികളിലും ബിംബങ്ങളിലും വിഗ്രഹാരാധനയിലും ദൈവത്തിന് അനിഷ്ടമായി ജീവിക്കുന്ന സ്തോത്രം ആ
പൂജാഗിരികൾ ആ ജനത്തിൻ്റെ നടുവിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? നീക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ യഹോവയിൽ അവൻ എന്ത് ചെയ്തു? ആശ്രയിച്ചു എന്ന് നമുക്ക് അവിടെ, അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാനിടയായി തീർന്നു. അതിൻ്റെ 6 എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു വചനം എന്താണ്? അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ചവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. അവൻ എന്ത് ചെയ്തു? ദൈവത്തോട് ചേർന്നിരുന്ന് അവനെ വിട്ടുപിരിയാതെ. അതായത് ദൈവമക്കളെ, നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന, അമ്മേ സ്തോത്രം, ആദ്യം പറഞ്ഞതുപോലെ അനുഗ്രഹം വേണം ദൈവത്തിൽ നിന്ന് തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. അമ്മേ സ്തോത്രം, അനേക നന്മകൾ വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒന്ന് നമ്മുടെ ഭവനത്തിലോട്ട് നമ്മൾ നോക്കുക, അല്ലെങ്കിൽ നമ്മളിലേക്ക് നോക്കുക. ഇന്നും നമ്മൾ ആരാധിച്ചു പോരുന്ന ചില വിഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അത് ശാഠ്യമായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ദുർനടപ്പ് പോലെ പ്രവൃത്തികളായിരിക്കാം, അല്ലെങ്കിൽ രഹസ്യ പാപങ്ങളായിരിക്കാം, ദൈവത്തിൽ നിന്ന് വിട്ടുമാറി ദൈവ ഇഷ്ടം ചെയ്യാതെ നടക്കുന്നതായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഒരു മുൻതൂക്കം കൊടുക്കാതെ അലസതയോടുകൂടെ നടക്കുന്ന ചിന്തകളായിരിക്കാം. ഇങ്ങനെയുള്ള പല വിഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഓർക്കുമ്പോൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല, വിഗ്രഹങ്ങളെ കുമ്പിടുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുവാനിടയാത്തിരുമെങ്കിൽ ഈ നാളുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വചനം കൊണ്ട്, അതായത് നമുക്കറിയാം വചനത്തെ കണ്ണാടി എന്നാണ്. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ണാടിയിൽ നോക്കുവാനിടയാത്തിരും അല്ലേ? ഈ കണ്ണാടിയിൽ എന്തിനാണ് നമ്മൾ നോക്കുന്നത്? നമ്മുടെ മുഖം ശരിയാണോ, നമ്മുടെ തലമുടി ഓക്കെ ആയിട്ടാണോ ഇരിക്കുന്നത്, നമ്മൾ ഡ്രസ്സ് ഞാൻ ധരിച്ചിരിക്കുന്നത് ഓക്കെ ആണോ എന്ന് നമ്മളെ ഒന്ന് എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നത് അല്ലേ? കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മളെ ഒന്ന് എന്ത് ചെയ്യും? കറക്ഷൻ ചെയ്യുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതേപോലെ ഈ വചനത്തിൻ്റെ കണ്ണാടിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്യണം ദൈവമക്കളെ. ഈ വചനത്തിലൂടെ നമ്മളെ എന്ത് ചെയ്യണം? ഒന്ന് ശോധന ചെയ്യണം, നമ്മളിലേക്ക് നോക്കണം. ഒന്ന് കർത്താവിന് അനിഷ്ടമില്ലാത്തത് എന്താണ് എൻ്റെ ജീവിതത്തിലുള്ളത്? എഫേസ്യർ 4-ാം അധ്യായത്തിൻ്റെ താഴേക്ക് അതിൻ്റെ ഇങ്ങോട്ടേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വചനമുണ്ട്. എന്താണ്? ദൈവത്തിന് പ്രസാദമുള്ളത് അന്വേഷിച്ച് ചെയ്യുവേ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം അനിഷ്ടമായി നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഒരു പക്ഷെ നമ്മുടെ സ്വഭാവത്തിൽ വരുന്നതായിരിക്കാം, നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന ചിലപ്പോൾ കോപമായിരിക്കാം, ദുഷ്ടതയായിരിക്കാം, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നതായിരിക്കും. എന്തും ആയിക്കോട്ടെ, നമ്മളിപ്പോഴും ആരാധിക്കുന്ന ചില വിഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ആ വിഗ്രഹങ്ങളെ തകർത്ത് ഉടച്ചു കളയണം. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തോട് ചേർന്നിരുന്ന് ഒരിക്കലും വിട്ടുപോരാതെ വണ്ണം, ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ വണ്ണം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്തിട്ട് കഴിയാത്തത്. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവമേ എനിക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ എന്ത് ചെയ്യണം? നമ്മൾ ഒരിക്കലും വിട്ടു പിരിയാതെ വണ്ണം ചേർന്ന് നിൽക്കണം ദൈവമക്കളെ. അപ്പോൾ ചേർന്ന് നിൽക്കുമ്പോൾ കഷ്ടങ്ങൾ വരാം, ഭാരങ്ങൾ ജീവിതത്തിൽ വരാം, പ്രയാസങ്ങളൊക്കെയും വരാം. എങ്കിലും അതിൻ്റെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പറ്റി നിൽക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് പറ്റി നിന്നാൽ, യഹോവയുടെ വചനം ഇപ്രകാരം എന്നോട് പറ്റി ചേർന്ന് നിന്നാൽ അവൻ എന്ത് ചെയ്യും? വിട്ടുവിക്കും എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് എന്ത് ചെയ്യണം? ചേർന്ന് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാനിടയായി തീരും. ആമേൻ സ്തോത്രം. കർത്താവിനോട് പറ്റി നിൽക്കുമ്പോൾ, കർത്താവിനെ വിട്ടു പിന്മാറാതെ, ഹല്ലേലൂയ. നമുക്കറിയാം ഇപ്രകാരം ഒരു തിരുവചനമുണ്ടല്ലോ, മുമ്പിലുള്ളത് മറന്ന് പിൻപിലുള്ളത് ആഞ്ഞ്. ആമേൻ സ്തോത്രം. എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതിലേക്ക് ഓടുന്ന ഒരവസ്ഥ അല്ലേ? അതാണ് നമുക്ക് വേണ്ടത്. അപ്പം പിന്മാറിപ്പോവാൻ അനേക കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാകാം. നമുക്കറിയാം ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിപ്പോയി. എന്തുകൊണ്ടാണ് അവൾ ഉപ്പുതൂണായിപ്പോയത്? അനേകരിലൂടെ നമ്മൾ കേട്ടതാണ് അല്ലേ? ആമേൻ സ്തോത്രം. ആ വീട് വിട്ട് ഇറങ്ങുന്ന ടൈമിൽ ആമേൻ സ്തോത്രം അവൾക്ക് എന്ത് ചെയ്തില്ല? അവൾക്ക് ആ വിഷയമല്ല, അവിടെ എന്താണ് അവൾക്കുള്ളതിലേക്ക് അവൾ നോക്കുക. അത് വിട്ടുപിരിയാതെ വേണം, ആ പഴയതിനെ വിട്ടുപിരിയാതെ വേണം അവൾ എന്ത് ചെയ്യണം? മുമ്പിലേക്ക് ഓടണ്ട, അവൾ പുറകേട്ട് നോക്കുകയാണ്. പഴയതിനൊന്നും അവൾക്ക് വേണം എന്നൊരു ചിന്ത. ആമേൻ സ്തോത്രം. അപ്പം ഈ പഴയത് പിടിച്ചിരുന്നാൽ നമുക്ക് പുതിയത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയില്ല ദൈവമക്കളെ. അപ്പം നമ്മുടെ ലൈഫിലുണ്ടാവുന്ന നമ്മളിപ്പോഴും ആരാധിച്ചു പോകുന്ന ചില വിഗ്രഹങ്ങൾ ഉടയട്ടെ ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. അതിന് ദൈവസന്നിധി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? സമ്പൂർണ്ണമായൊരു സമർപ്പണമാണ് അത്യാവശ്യം. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണ
പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ്, ഇന്നും ഞാൻ എന്നിൽ സ്തോത്രം ഞാൻ തുടരുന്ന ചില വിഗ്രഹങ്ങൾ, ചില അസൂയകളായിക്കോട്ടെ, കോപമായിക്കൊള്ളട്ടെ, ക്രോധമായിക്കൊള്ളട്ടെ, ശാഠ്യമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ അത് ഉടയ്ക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. ഉടച്ചിട്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. യഹോവയോട് പിന്മാറിപ്പോകാതെ വണ്ണം ദൈവത്തിൽ എന്ത് ചെയ്യണം? പിന്മാറാതെ വണ്ണം എന്ത് ചെയ്യണം? നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനിടയായിത്തീരുക. യഹോവ നമ്മളോട് കൂടിയിരിക്കും. നമ്മൾ കൃതാർത്ഥനായിത്തീരും. നമ്മൾ എവിടെ ചെന്നാലും ദൈവം എന്ത് ചെയ്യും? സന്തോഷം നൽകുവാനിടയായിട്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ ലൈഫിൽ നീക്കൊരു സന്തോഷമില്ലെങ്കിൽ, നീ ചെല്ലുന്നിടത്തൊക്കെയും പരാജയമാണെങ്കിൽ, നിന്റെ കൂടെ യഹോവ ഇല്ല. നിന്റെ പടകിൽ ദൈവമില്ല. പൂർണ്ണമായി ദൈവത്തെ നീ ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നമ്മളോട് ഓരോരുത്തരോട് അരുളി ചെയ്യുന്നത്, യഹോവയിൽ പറ്റി നിൽക്കുക, വിടേണ്ടതിന് എന്ത് ചെയ്യുക? വിടുക. സ്തോത്രം. ചിലതിനെയൊക്കെ മുറുകെ പറ്റുന്ന പാപമോ ഭാരോ ഇതിനെയൊക്കെ അങ്ങ് എന്ത് ചെയ്യുക? മാറ്റിക്കൊണ്ട് മുമ്പിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര തുടരുക. യഹോവയിൽ പറ്റിച്ചേർന്ന് ആശ്രയിക്കുക. പിന്മാറാതെ യഹോവയോട് ചേർന്ന് നിന്ന് ആശ്രയിക്കുക. അപ്പോൾ ഈ ചേർന്ന് നിൽക്കുമ്പോൾ ചിലതിനെ നമ്മൾ എന്ത് ചെയ്യണം? വിടേണ്ടത് വരും. അത് വിടുക. എങ്കിൽ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരും. നമ്മൾ കൃതാർത്ഥനായി തീരും. ഹല്ലേലൂയ. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.